എൻ്റെ സംസാരത്തിൽ വന്ന ഞാൻ ലോകത്തിലുള്ള സംസാര രീതികൾ വന്നാൽ ഈശോയെ അനുഗമിക്കാൻ പറ്റില്ല, പിന്നാലെ പോകാൻ പറ്റില്ല എന്ന ആ ഒരു കാര്യം വന്നപ്പം കട്ട് ഓഫ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ആ ഒരു ഈ ആശ്രമത്തിൽ നമുക്കറിയാം ഒരു സൈലൻസ്, ആ സൈലൻസ് പാലിക്കാൻ പറ്റുന്നുണ്ട്. മദർ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ സൈലൻസ് സെമിത്തേരിയിലെ സൈലൻസ് പോലെയല്ല ഈശോയോട് സംസാരിച്ചത്. ശ്മശാന മൂകതയല്ല സൈലൻസ് എന്ന് പറയുന്നത്. എല്ലാരും മരിച്ചു കിടക്കുന്നതുകൊണ്ടുള്ള ഒരു മൂകത അങ്ങനെയല്ല, ജീവനുള്ളവരുടെ ഒരു സൈലൻസ് വേണം അല്ലേ. അപ്പം അതുപോലെ ഒരു സൈലൻസ് ഇപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയത്ത് ആ സൈലൻസ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ 2-3 ദിവസത്തേക്ക് സൈലൻസ് തരട്ടെ എന്ന് മാത്രമേ ചോദിച്ചാൽ ഇപ്പൊ പറയാൻ പറ്റും, ആ സൈലൻസ് മതി. മറ്റേത് ഡെഡ് സൈലൻസ് ആയിരുന്നു, ഇനി ലൈഫ് അല്ലെങ്കിൽ ലൈഫ് ഗിവിങ് സൈലൻസ്. ഇൻ സൈലൻസ് ആക്ച്വലി വാട്ട് വി ഡു. എന്തിനാണ് ബാഹ്യമായിട്ടുള്ള സൈലൻസ്? ഉള്ളിൽ ഈശോയിനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ, ദൈവത്തെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ആത്മാവിന് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ കേൾക്കാൻ, അതിനൊക്കെയാണ് ക്രിസ്ത്യൻ സൈലൻസ്. വെറുതെ നോട്ട് സൈലൻസ് ഫോർ ദ സേക്ക് ഓഫ് സൈലൻസ്, മിണ്ടാണ്ടിരിക്കും അങ്ങനെ ഒരു ശ്മശാന മുഖതയല്ല, സെമിട്രി സൈലൻസ് അല്ല. എല്ലാവരും മരിച്ചു കിടക്കുന്നു, ഞാനും മരിച്ചതുകൊണ്ടുള്ളൊരു സൈലൻസ്. ഡൈ ടു സെൽഫാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വെറുതെ ഇങ്ങനെ പാപത്തിൻ്റെ വേദനമായ മരണമാണെങ്കിൽ. സോ സൈലൻസ് ഫോർ വാട്ട്? Silence is listening to God or praising God inside. അല്ലേ, നമ്മൾ മിണ്ടാതിരിക്കുന്നത് ഒരു വാല്യൂ അല്ല. ബാഹ്യമായിട്ട് മിണ്ടാതിരിക്കുന്നത് ഉള്ളിൽ ഡൈനാമിക് ആവാനാ, ഉള്ളിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആക്റ്റീവ് ആവാനാ അല്ലേ. അപ്പോൾ സൈലൻസ് ചിയർഫുൾ ആവും. അല്ലെങ്കിൽ ഡെഡ് സൈലൻസ്. ഡെഡ് സീ കേട്ടിട്ടില്ലേ? ഡെഡ് സീ, ചാവ് കടൽ ഒക്കെ ഡെഡായിട്ട്, അങ്ങനത്തെ അല്ല, ഒരു സ്വരവും ഇല്ല, അങ്ങനെ ഡെഡായിട്ട് കിടക്കുന്നില്ല. ലൈഫ് ഉണ്ടാവണം, എന്നിട്ടും സൈലൻസ്. ഇപ്പൊ ഈ ഫോർമേഷന്റെ സമയത്ത് ആന്തരിക സൈലൻസിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. ആന്തരിക സൈലൻസ് എന്ന് പറയുമ്പോൾ പുറമെ സംസാരിക്കുന്നില്ല, മൈൻഡും സംസാരിക്കുന്നില്ല, എന്നിട്ട് ഈശോയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിന് ഞങ്ങളിവിടെ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉറക്കെ പ്രാർത്ഥിക്കും. കമ്മ്യൂണിറ്റി പ്രേയേഴ്സ് ആണെങ്കിലും നല്ല ഉറക്കെ പ്രാർത്ഥിക്കും, തനിച്ചുള്ള പ്രാർത്ഥനകളാണെങ്കിലും ഉറക്കെ പ്രാർത്ഥിക്കും. അപ്പൊ മിണ്ടാമടല്ലേ, എന്നിട്ട് മിണ്ടുമല്ലേ, ദൈവത്തോട് സംസാരിക്കും. പ്രാർത്ഥനകള്, ദൈവവചനം, ദൈവിക കാര്യങ്ങൾ മിണ്ടും. അത് ഉറക്കം മിണ്ടണം. എന്തിനാ ഉറക്കം മിണ്ടണേ? വല്ല നമുക്ക് ആവശ്യമില്ലാത്ത വല്ല അരുവികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഓടിപ്പോവാൻ വേണ്ടി. അപ്പൊ നമുക്ക് സ്വസ്ഥമായിട്ട് സൈലന്റ് ആവാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ആ കുരിശെടുത്തത്. മിണ്ടാതിരിക്കണം. എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഇത് വേണ്ടാന്ന് വെക്കുമ്പോൾ അതൊരു സെൽഫ് ഡിനയലാണ്. സ്വയം പരിത്യജിച്ച് ആ കുരിശെടുക്കുകയാണ്. ഇത് വീർപ്പുമുട്ടലിങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴുള്ള. എന്നിട്ട് ആ ഒരു കുരിശെടുത്തിട്ട് പോവാണ്. എന്താണ് ക്രൂശിക്കണേ? അടക്കമില്ലായ്മ അല്ലേ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ലക്കുലകാനില്ലാണ്ട് ഇങ്ങനെ അതിനൊക്കെ ക്രൂശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശോനെ കേൾക്കാൻ പറ്റും. ഈശോയുടെ പിന്നാലെ പോകുമ്പോൾ ഈശോനെ കേൾക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ വി വിൽ ബി പീപ്പിൾ ഹു ആർ ലിസണിങ് ടു അതേഴ്സ് ഓൾസോ. എന്താണ് അവർക്ക് പറയാനുള്ളത്? അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അടുത്തത് എനിക്കെന്ത് പറയാനുള്ളത് അല്ലേ. ഞങ്ങളിപ്പോൾ കുറച്ച് സെൽഫ് ഡിനൈൽ ചെയ്തിട്ടാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളൊക്കെ നല്ലവരായിരിക്കും, ഞങ്ങൾക്ക് ഇതൊക്കെയാണ് അല്ലേ. ഞാൻ എൻ്റെയും പറയാം. ഓക്കെ. So for me this food thing that I shared, ആ ഒരു കാര്യത്തിൽ ഈ ഒരു സ്വഭാവം കാരണം അതിനെ തന്നെ മൈൻഡ് അതിനകത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, ഞാൻ എന്താ കഴിക്കുന്നത്, എങ്ങനെയാ ഈ കറിവേപ്പില സെപ്പറേറ്റ് ആക്കി വെക്കും, പിന്നെ കടുക് കാണുമ്പോൾ അത് സെപ്പറേറ്റ് ആക്കി വെക്കും. അപ്പൊ അത് കടുക്, അപ്പൊ മസ്റ്റർഡ് സീഡ്, അപ്പൊ അതൊക്കെ ചെയ്തിട്ട് അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ മൈൻഡ് അവിടെ തന്നെയാ. ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഷെയറിങ് ചെയ്യും, പക്ഷെ മനസ്സ് അവിടെ ഇല്ലായിരിക്കും. പക്ഷെ ഞാൻ എന്താ കഴിക്കുന്നത് അതിനല്ലായിരിക്കും. അപ്പൊ ഭയങ്കര സൈലൻസ് അപ്പൊ ഭയങ്കര സൈലൻസ് ആയിരിക്കും, പക്ഷെ അത് ആവശ്യമില്ലാത്ത സൈലൻസ്. അപ്പൊ then when I started doing this, ഇത് സെപ്പറേറ്റ് ആക്കി ഓക്കെ ഇങ്ങനെ കഴിക്കാം. അപ്പൊ then also that focus should be on others, what others are sharing. അപ്പോൾ ഒരു ഫ്രം സെൽഫ് സെൻറ്റർഡ്നെസ് ടു അതർ സെൻറ്റർഡ്നെസ്സിലേക്ക് വരാൻ ഉള്ള ഒരു ഐ എം ലേണിംഗ് ദാറ്റ് ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പും വേണം അല്ലേ. ഈശോയുടെ മരണത്തോടു കൂടി ഒന്നും അവസാനിക്കുന്നില്ല, പിന്നെ ഉത്ഥാനത്തിലാണ് ക്രിസ്ത്യൻ ലൈഫ്.
അപ്പോൾ നമ്മൾ ഈ സെൽഫ് ഡിനൈൽ ഒരു സെമിത്തേരി പോലെ അങ്ങനെ ഡിനൈ ചെയ്ത് കുഴിച്ച് മൂടല്ല. അത് കഴിഞ്ഞൊരു ഉത്ഥാനമുണ്ട്. ഗുഡ് ഫ്രൈഡേയിൽ അവസാനിക്കരുത്. ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞ് പിന്നെ ഒരു ഈസ്റ്റർ സൺഡേ, ദുഃഖവെള്ളി കഴിഞ്ഞ് പിന്നെ ഒരു ഈസ്റ്റർ, ഉത്ഥാന ഞായറുണ്ട്. അതിലാണ് നമ്മുടെ പ്രത്യാശ. അപ്പോഴാണ് സന്തോഷം വരിക. അല്ലെങ്കിൽ അയ്യോ എത്ര നാളിത് ഡിനൈ ചെയ്യണം, ഇതിനൊരവസാനമുണ്ടോ? അപ്പോൾ ഈ താപസ സന്യാസി ജീവിതം അല്ലെങ്കിൽ മൊണാസ്റ്റിക് ലൈഫ് ആകുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള, ഉണങ്ങി വരണ്ട, അയ്യോ ശോകമുഖമായിട്ടുള്ള അങ്ങനെയൊന്നുമല്ല. വി ആർ ഈസ്റ്റർ പീപ്പിൾ അല്ലേ? ഗുഡ് ഫ്രൈഡേ ഒക്കെ ഉള്ളിൽ സഹിച്ച് കുരിശെടുത്ത് അതൊക്കെ ചെയ്തോ? വി ഷുഡ് ബി ജോയ്ഫുൾ ക്രിസ്ത്യൻസ്, ജോയ് ഓഫ് ദ ഗോസ്പൽ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ സാക്ഷിയാണ് ആനന്ദം. ജോയ്ഫുൾ ക്രിസ്ത്യൻസ്, നോട്ട് എ ഫ്യൂണറൽ റാലി ഇങ്ങനെ പോകുന്ന പോലെ, ശവടക്കിന് പോകുന്ന ഒരു ഇതുപോലെ. അതുപോലെ അത്ര മ്ലാനാവാൻ പാടില്ല, കാരണം ഇയാൾ മരിച്ച സ്വർഗത്തിലാണ് പോകണതെങ്കിലും. ഓക്കെ, സോ സം അൺനോയിങ് കോൺട്രഡിക്ഷൻസ് ഹാപ്പൻ. സോ നമ്മളിങ്ങനെ അപ്പം ഇങ്ങനെ വല്ലാണ്ട് ഡിനൈ ചെയ്യണമല്ലോ, ഇത്ര നാൾ ഉയർത്തിപ്പിടിച്ച സെൽഫിനെ ഞാനിനി കൊന്നടക്കണമല്ലോ, അങ്ങനെയൊന്നുമുള്ള ഇതോടുകൂടിയല്ല. എന്തിനാണ് ഈശോയുടെ പിന്നാലെ പോകണം? എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പ്രത്യാശയിൽ വേണം ഇത് ചെയ്യാൻ. പ്രത്യാശയിൽ വേണം ഈ സ്വയം പരിത്യജിക്കൽ ചെയ്യാൻ. നിരാശയിലായിരിക്കരുത്, ദുഃഖത്തിലോ ശോകമൂകമായിട്ടോ ഒരു സാഡ് തിങ് ആയിരിക്കരുത്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന കാര്യം നടക്കാൻ വേണ്ടി ഇന്ന ഉടമ്പടി എടുത്ത് ഇന്ന കാര്യം ചെയ്ത് ആകെ സാക്രിഫൈസ് ചെയ്ത് ത്യാഗം ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ എങ്ങാനും സംഭവിച്ചില്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് ദൈവമേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് രണ്ട് ചീത്ത അങ്ങനെ. അപ്പോൾ എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്? നമ്മളിങ്ങനെ ഒരു ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെനൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തോടുകൂടെ നമ്മുടെ ആ റിയൽ എൻഡ്, ഒരു യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ലക്ഷ്യബോധത്തിലേക്ക്, സ്വർഗം, സംതിങ് ഗുഡ്, സംതിങ് ഹാപ്പി, അതിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും വേണ്ടാന്ന് വെക്കുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ് റെഡി അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോഴും പിന്നെ മുറുമുറുക്കായിരിക്കും. പിന്നെ അതിനായിരിക്കും പരാതി, ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും. അങ്ങനെ പറയുന്ന ഏട്ടാ തന്നെ അറിയുന്നത് അല്ലേ? മൂത്തപുത്രൻ സിൻഡ്രോം എന്ന് പറയും. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്തപുത്രൻ പിതാവിൻ്റെ കൂടെ നിന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്കിതാ കിട്ടി, എപ്പോഴും മുറുമുറുപ്പും വെറുപുറപ്പും, ഇത്രയൊക്കെ ചെയ്തിട്ടും പണി ചെയ്തിട്ടും ഞാനെന്താ കൂലി വേലക്കാരനാ, അതാണ് ഇതാണ് അല്ലേ? പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് അടക്കം അച്ഛന്മാരും സിസ്റ്റർമാരും അല്ലേ, എന്തോരം നമ്മൾക്ക് പിറുപിറുക്കുന്നു. നമ്മൾ ക്രിസ്ത്യൻ ലൈഫിൻ്റെ കോറായിട്ടുള്ള കാര്യമാണ് സ്വയം പരിത്യജിക്കൽ. നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദൈവം പഠിക്കാൻ പറഞ്ഞത് പഠിക്കണം, മറ്റതൊക്കെ വിടണം അല്ലേ? സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ പോകാൻ പറ്റുന്നുണ്ട്. നന്മ ചെയ്തിട്ട് സഹിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നന്മ ചെയ്തിട്ട് സഹിക്കുന്നതാണ് തിന്മ ചെയ്തിട്ട് സഹിക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ തിന്മ ചെയ്യാതിരിക്കാൻ വേണ്ടി ചിലത് പരിത്യജിക്കേണ്ടി വരും, നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, ഞെരുങ്ങിയ പാതയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇടുങ്ങിയ പാത, സ്പെഷ്യലി പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇടുങ്ങി ഞെരുങ്ങി വിശാലമായ പാതയിലൂടെ സഞ്ചരിച്ച് എവിടെ എത്തും അല്ലേ? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രതി ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചാൽ 100 ഇരട്ടി ഇവിടെ വെച്ച് തന്നെ കിട്ടും, പിന്നെ വരാനിരിക്കുന്ന ജീവിതത്തിലും പിന്നെ കുറച്ച് പീഡനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ 100 ഇരട്ടി മാത്രം എടുത്തിട്ട് പീഡനം ഒഴിവാക്കി എങ്ങനെയുണ്ടാവും? അപ്പോൾ കർത്താവ് ഇഷ്ടം പോലെ തരും എന്ന് വിചാരിച്ച് വിശാലമായ പാതയിലൂടെ നടക്കണമെന്നില്ല. ആവശ്യമുള്ളത് ഉപയോഗിക്കുക, എന്നിട്ട് ഞെരുങ്ങി സ്വയം പരിത്യജിച്ച്. പരിശുദ്ധ അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു അവിടെയൊക്കെ പറയുന്ന കാര്യമാണിത്. പ്രാർത്ഥന, പരിത്യാഗം, പരിഹാരം. ആദ്യം പരിത്യാഗങ്ങൾ ചെയ്യുന്നു നമുക്ക് തന്നെ, സെൽഫ് ഡിസിപ്ലിന് വേണ്ടിയിട്ട്. മോട്ടിഫിക്കേഷൻ, സ്വയം പരിത്യജിക്കൽ, സ്വയം പരിത്യാഗം. എന്നിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാം. ബാലൻസൊക്കെ തെറ്റിച്ചില്ലേ, കുറച്ച് പരിഹാരം ചെയ്താൽ എന്താ? മേജർ പാർട്ട് കർത്താവ് ചെയ്തു വെച്ചില്ലേ? എന്നിട്ട് മറ്റുള്ള പാപങ്ങൾക്കും കൂടി പരിഹാരം ചെയ്യാനാണ് ഇതുപോലെ മൊണാസ്റ്റിക് താപസ സന്യാസമൊക്കെ. അപ്പോൾ അത് സന്തോഷത്തോടുകൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? നമ്മളൊരു കാര്യം കണ്ടിട്ടാണ് ചെയ്യുന്നത്, വെറുതെ അല്ല അല്ലേ? വിശുദ്ധരൊക്കെ സഹനം ഇൻ ഇറ്റ് സെൽഫ്, സഹിക്കാൻ വേണ്ടി സഹിക്കുകയല്ല. സഹനം എന്തിനാണ്? അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ സ്വർഗം, നിത്യ സൗഭാഗ്യം, നിത്യമായിട്ടുള്ള സൗഭാഗ്യ ജീവിതം, അതൊക്കെ കിട്ടാൻ വേണ്ടി തന്നെ.
അല്ലേ? യെസ് ആണോ? അപ്പോൾ ആ ഒരു ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് അതും കൂടി കറക്റ്റായി കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും നല്ല വാല്യൂ ഉള്ളതായിട്ട്, വിലയുള്ളതായിട്ട് മാറും. സ്വർഗത്തിലെ നിക്ഷേപം കരുതി വയ്ക്കുന്നത് ബന്ധം, അതിൻ്റെ മുകളിലല്ലേ സ്നേഹത്തിൻ്റെ ശാശ്വതമായ ഒരു ബന്ധവും എല്ലാ നന്മകളെയും സമൃദ്ധമായ വിനിമയവും ഉണ്ട്. അപ്പം അതായിരിക്കും ഈ അനുഗ്രഹത്തിൻ്റെ അവിടെ മധുർ പറഞ്ഞത്. എല്ലാ നന്മകളുടെയും സമൃദ്ധമായ വിനിമയം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം ഈ പുണ്യവാന്മാരുടെ ഐക്യത്തിലാണ് ഈ വിനിമയം നടക്കുന്നത് എന്നാണ് ഈ CCC നമ്പറിൽ പറയുന്നത്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഈ ശാശ്വതമായ ഒരു ബന്ധവും എല്ലാ നന്മകളുടെയും സമൃദ്ധമായ വിനിമയവും ഉണ്ട്. അപ്പോൾ ഈ പുണ്യവാന്മാരല്ലേ ദൈവവുമായി ബന്ധമുള്ളവരാണല്ലോ പുണ്യവാന്മാർ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ദൈവ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവവുമായി ബന്ധമുള്ളവർക്കാണ് അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം. ഇനി ഇവിടെ തന്നെ അതിനൊരു യോജിച്ച സെൻറ്റൻസ് ഉണ്ട്. ഈ കൈമാറ്റ പ്രക്രിയയിൽ ഒരാളുടെ വിശുദ്ധിയിൽ നിന്ന് മറ്റുള്ളവർക്കും പ്രയോജനം കിട്ടുന്നു. അവർ പുണ്യവാന്മാരായതുകൊണ്ട് അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും കിട്ടുന്നു. അങ്ങനെയാണ് എക്സ്ചേഞ്ച്, വിനിമയം നടക്കുന്നത്. രണ്ട് കാര്യം ഉണ്ട് ബന്ധത്തിൻ്റെ പറ്റി പറയുമ്പോൾ, സ്നേഹത്തിൻ്റെ ബന്ധം, പിന്നെ ശാശ്വതമായ ബന്ധം. അതിൽ നിന്നാണ് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. അപ്പം നമ്മൾ അത് എന്ത് ചെയ്താലും നമ്മളൊരു അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഇപ്പം ഇവിടെ ദൈവവിളി സ്വീകരിച്ച് വന്നപ്പോൾ തന്നെയാണെങ്കിലും ഏതൊരു കാര്യം ചെയ്യുന്നതിൻ്റെ മുമ്പും നമ്മളൊരു അനുഗ്രഹം എടുക്കുകയാണെങ്കിൽ, ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കുകയാണെങ്കിൽ അത് അത്ര നന്നായിട്ട് പോകുന്ന ആ ഒരു അനുഭവമുണ്ട്. പുണ്യവാന്മാരുടെ ഐക്യത്തെ ആശ്രയിക്കുന്നത് വഴി അനുതാപി പാപത്തിൽ നിന്നുള്ള ശിക്ഷകളിൽ നിന്ന് കൂടുതൽ വേഗത്തിലും ഫലപ്രദമായും ശുദ്ധീകരിക്കാൻ ഇടയാകുന്നു. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ അവരെ നമ്മൾ ആശ്രയിക്കും, അല്ലെങ്കിൽ ബ്ലെസ്സിങ് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അനുതാപത്തിലേക്ക് വരാനും ചെയ്യുന്ന പ്രവൃത്തി നന്നായി ചെയ്യാനും ആ ബ്ലെസ്സിങ് ഹെൽപ്പ് ചെയ്യും. വാങ്ങി ഭക്ഷിക്കുവേൻ പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഭാഗമാണ് CCC 1384 അതിൻ്റെ ഒരു ഹെഡിങ് ആണ് എല്ലാവരും വാങ്ങി ഭക്ഷിക്കുവേൻ പരിശുദ്ധ കുർബാന സ്വീകരണത്തിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പം എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സെയിങ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു കാര്യം പറഞ്ഞത്, ഡോണ്ട് ഈറ്റ് ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡ് ബട്ട് ദ ഫുഡ് കഴിക്കണം, പക്ഷേ ഫുഡിൻ്റെ ടേസ്റ്റ് അതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കരുത്. അപ്പം എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, നമ്മൾ ഈ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നു ഇതിങ്ങനെ ഓഫർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ഈശോയുടെ ശരീരമാണ് അങ്ങനെ ആലോചിച്ച് കഴിക്കുമ്പോൾ ഇത് ടേസ്റ്റ് കഴിക്കില്ല, പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കും. സിസി മദർ സേയിങ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, മദർ നമുക്ക് സഹനത്തെക്കുറിച്ച് ഒരു ക്ലാസ് ഇപ്പം പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈശോയുടെ പരിശുദ്ധ ബലി അർപ്പിക്കുന്നത്. ആ ഒരു പീഡാസഹനം, ഈശോയുടെ ജനന മരണ ഉദ്ധാനമാണല്ലോ. അപ്പോൾ ഈ സഹനത്തിൻ്റെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഈ മദർ സേയിങ് തന്നെ സിസിന് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് രക്ഷാകര സഹനമുണ്ട്, അല്ലാത്തൊരു സഹനമുണ്ടെന്ന് പറഞ്ഞപ്പം ഒരു മദർ സേയിങ്, സഹനങ്ങളിലെ ചിരിയാണ് യഥാർത്ഥ ചിരി. നിങ്ങൾക്ക് സഹനങ്ങളിൽ ചിരിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിലേ അത് യഥാർത്ഥ ചിരിയാകുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മുടെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു കാപട്യത്തിൻ്റെ ചിരിയായിരിക്കും. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ, നമുക്ക് സഹനങ്ങളിൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ഈശോയുടെ പീഡാനുഭവം ഓർത്ത് ധ്യാനിച്ച് കഴിയുമ്പം നമുക്ക് പീഡാനുഭവം മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ളൂ, അല്ലേ? ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കണം, പക്ഷെ പീഡാനുഭവം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും, പക്ഷെ ഉദ്ധാനത്തിൻ്റെ ആനന്ദം എൻ്റെ മുഖത്തുണ്ടായിരിക്കണം. അതല്ലേ മദർ സേയിങ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം, എൻ്റെ മുഖത്ത് ഉദ്ധാന അനുഭവം, ഉള്ളിൽ പീഡാനുഭവം.